രാമായണം എന്ന ഇതിഹാസത്തിൽ പ്രതിനായകനാവുമ്പോഴും മറ്റു ഗുണങ്ങൾ കൊണ്ടും ഏറ്റവും മികച്ച രാജാവ് എന്ന രീതിയിലും ഏവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു മഹത് വ്യക്തി തന്നെയാണ് രാവണൻ. ജീവിതത്തിൽ ആരാണ് നല്ലവൻ ആരാണ് ദുഷ്ടൻ എന്ന് കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ രാമായണം എന്ന ഇതിഹാസം എടുത്തു നോക്കുമ്പോൾ ദുഷ്ടനായ അതിക്രൂരനായ ഒരേ ഒരു വ്യക്തിയാണ് ഉള്ളത്. അത് രാവണനല്ലാതെ മറ്റാരുമല്ല. സീതയെ അപഹരിച്ച് എല്ലാവരെയും ഉപദ്രവിക്കുന്ന ഒരു രാക്ഷസൻ എന്ന രീതിയിൽ മുദ്രകുത്തപ്പെട്ട വ്യക്തിയാണ് രാവണൻ. എന്നാൽ യഥാർത്ഥത്തിൽ ആരായിരുന്നു രാവണൻ എന്ന് അറിയുമ്പോൾ നമ്മൾ മനസ്സിൽ കരുതി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ മുദ്രകുത്തപ്പെട്ട ഈ ഒരു വികാരമേ അല്ലായിരിക്കും രാവണനോട് നമുക്ക് തോന്നുക. രാമായണത്തെ തന്നെ തെറ്റായി ചിത്രീകരിക്കുന്ന കാലമാണ് ഇന്ന്. പക്ഷേ നമ്മൾ അതിലേക്കൊന്നും പോവണ്ട. നമ്മൾക്ക് രാമായണത്തെ മാത്രം ആസ്പദമാക്കി രാവണൻ എന്ന വ്യക്തിയെ കുറിച്ച് അവലോകനം ചെയ്യാം. അപ്പോൾ രാവണന്റെ കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആരായിരുന്നു രാവണൻ എന്ന് അറിയാം. ഈ കഥ കേട്ടിട്ട് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം രാവണൻ ദുഷ്ടനോ നല്ലവനോ. ചരിത്രമനുസരിച്ച് ക്രിസ്തുവിന് മുൻപ് ശ്രീലങ്ക ഭരിച്ച അസുരനായ ഒരു രാജാവായിരുന്നു രാവണൻ. അസാമാന്യ പണ്ഡിതനായ രാജാവ്. രാവണന് കീഴിൽ ലങ്ക ശാസ്ത്രത്തിനും വൈദ്യത്തിനും പ്രാവീണ്യം നേടി. രാവണൻ ഒരു വൈദ്യൻ എന്ന നിലയിൽ പ്രശസ്തനായിരുന്നു. വൈദ്യശാസ്ത്രപരമായി 27 പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചതായി ശാസ്ത്രം പറയുന്നു. യുദ്ധത്തിൽ പരിക്കേൽക്കുന്ന പടയാളികൾക്കായി വൈദ്യസഹായം നൽകാനായി വൈദ്യശാസ്ത്ര രീതികളും ചികിത്സാ വിധികളുമാണ് ഈ പുസ്തകത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നതാണ് ശാസ്ത്രീയമായ രേഖകൾ. രോഗങ്ങളെക്കുറിച്ചും വൈദ്യമരുന്നുകളെക്കുറിച്ചും ചികിത്സാ രീതിയെക്കുറിച്ചുമാണ് ഈ പുസ്തകത്തിൽ അദ്ദേഹം രചിച്ചിരിക്കുന്നത് എന്നതാണ് പറയുന്നത്. അദ്ദേഹം രചിച്ച വൈദ്യചിന്താമണിയിൽ കോമ സ്റ്റേജ് അഥവാ പെട്ടെന്നുണ്ടാവുന്ന മയക്കത്തെക്കുറിച്ചും പ്രതിവിധികളെക്കുറിച്ചും മരുന്നുകളെക്കുറിച്ചുമാണ് വിവരിക്കുന്നത്. ഹിന്ദു ജ്യോതിഷത്തെക്കുറിച്ചുള്ള രാവണ സംഹിത എന്ന പുസ്തകം രചിച്ചതും രാവണനാണ്. 10 തലയുള്ള രാജാവായിട്ടാണ് ഇന്ത്യൻ ചരിത്രം രാവണനെ ചിത്രീകരിച്ചിട്ടുള്ളത്. ഇന്ത്യൻ ചരിത്രം പറയുന്നു രാവണൻ ജനിച്ചത് 10 തലയോടുകൂടെയാണെന്നും ഒരേ സമയം 10 കാര്യങ്ങൾ ഒരുമിച്ച് ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള അദ്ദേഹത്തിന്റെ കഴിവിനെയും കൂർമ്മബുദ്ധിയെയും സാമർത്ഥ്യത്തെയാണ് ഈ 10 തല കൊണ്ട് ഉപമിക്കുന്നത് എന്നും. എന്നാൽ രാവണന്റെ അറിവിനെയും ബുദ്ധിയെയും സൂചിപ്പിക്കാനും ചിത്രീകരിക്കാനും കഥാകാരന്മാർ രചിച്ച ഒരു ചിത്രീകരണം മാത്രമാണ് ഈ 10 തല എന്നും ഒരു പ്രചരണവും ഉണ്ട്. പഴയ രാവണലങ്കയാണ് ഇന്നത്തെ ശ്രീലങ്ക എന്ന് കരുതുമ്പോൾ ശ്രീലങ്കയിലെ തെക്കു കിഴക്ക് ദിക്കിലായിരുന്ന രാവണന്റെ യഥാർത്ഥ രാജ്യം ഇന്ന് കടലിനടിയിലാണ് എന്നതാണ് വിശ്വാസം. ഇനി രാവണന്റെ ജനനത്തിലേക്ക് എത്തിച്ച ഒരു സംഭവ കഥയെ കുറിച്ച് കാണാം. ബ്രഹ്മാവിന്റെ പുത്രന്മാരായ സനത്കുമാരന്മാർ വൈകുണ്ഠത്തിലെത്തി മഹാവിഷ്ണുവിനെ സന്ദർശിക്കാൻ എത്തുകയും വൈകുണ്ഠത്തിലെ കാവൽക്കാരായിരുന്ന ജയവിജയന്മാർ ഇവരെ തടയുകയും ചെയ്തു. സംഭവത്തിൽ കോപിഷ്ഠനായ സനത്കുമാരന്മാർ ജയവിജയന്മാരെ ശപിക്കുന്നുമുണ്ട്. അടുത്ത 3 ജന്മങ്ങൾ അസുരന്മാരായി ഭൂമിയിൽ ജന്മമെടുക്കുകയും തുടർന്ന് മഹാവിഷ്ണുവിന്റെ കൈകൾ കൊണ്ട് തന്നെ മരണം പ്രാപിക്കുകയും ചെയ്യട്ടെ എന്നായിരുന്നു ശാപം. ഇതേ തുടർന്നാണ് 2ാം ജന്മത്തിൽ ജയവിജയന്മാർ രാവണനും കുംഭകർണനുമായി ജന്മമെടുക്കുന്നത്. സുമാലി എന്ന രാക്ഷസ രാജാവിന്റെ മകളായിരുന്നു കൈകസി. ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തനായ രാജാവിന് തന്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. എന്നാൽ അദ്ദേഹത്തെക്കാൾ ശക്തിയുള്ള രാജാക്കന്മാർ ഈ ലോകത്തില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും തുടർന്ന് വൈശ്രവ മുനിയെ കൊണ്ട് തന്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് രാവണൻ ഭാഗികമായി രാക്ഷസനും ഭാഗികമായി ബ്രാഹ്മണനുമായി തീരുന്നത്. ബ്രഹ്മാവിന്റെ മകനായ പ്രജാപതി തുളസിയുടെ മകനാണ് രാവണന്റെ പിതാവായ വിശ്രവസ്. അങ്ങനെ ആവുമ്പോൾ ബ്രഹ്മാവ് രാവണന്റെ മുത്തശ്ശൻ എന്ന് തന്നെ പറയാം. അതിബുദ്ധിമാനും സകല കലകളിലും പ്രാവീണ്യം നേടിയ ഒരു രാജാവായിരുന്നു രാവണൻ. ഇത് മനസ്സിലാക്കുന്ന വിശ്രവസ് കുഞ്ഞു രാവണനെ ചെറിയ പ്രായത്തിൽ തന്നെ സകല വിദ്യകളും അഭ്യാസങ്ങളും മാത്രമല്ല ക്ഷത്രിയ രീതികളും അഭ്യസിപ്പിക്കുന്നുണ്ട്. തന്റെ ഫലത്തിലും സാമർത്ഥ്യത്തിലും അതിയായി തന്നെ വിശ്വസിച്ച രാവണൻ ചെറുപ്രായത്തിൽ തന്നെ കൈലാസ പർവ്വതത്തെ ഉയർത്താനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ഇത് കണ്ട് മഹാദേവൻ തന്റെ ചെറുവിരൽ കൊണ്ട് രാവണനെ തള്ളി മാറ്റുകയും ചെയ്തു. മഹാദേവന്റെ മർദ്ദനത്താൽ തന്റെ പെരുവിരൽ അറത്തുപോയ രാവണൻ അലറി വിളിച്ചു എന്ന കഥകളും ഉണ്ട്. ഈ സംഭവത്തിന് ശേഷമാണ് രാവണൻ എന്ന പേരും ലഭിക്കുന്നത്. അതായത് അലറി വിളിക്കുന്നവൻ എന്നതാണ് ഈ പേരിന്റെ അർത്ഥം. മഹാദേവന്റെ ഈ ശക്തിയിൽ ആകൃഷ്ടനായ രാവണൻ പിന്നീട് ഒരു തികഞ്ഞ ശിവഭക്തനായി മാറുകയാണ്. ലോകം കണ്ട ഏറ്റവും വലിയ ശിവഭക്തനാണ് രാവണൻ. രാവണനാണ് ശിവതാണ്ഡവ സ്തോത്രം രചിച്ചത് എന്ന കഥകളും ഉണ്ട്. തന്റെ തുടയിലെ ഞരമ്പുകൾ കൊണ്ട് സാമഗാനം പാടി മഹാദേവനെ പ്രസാദിപ്പിച്ച ഏറ്റവും വലിയ ഭക്തനാണ് രാവണൻ. കലാമേഖലയിലും പ്രാവീണ്യം നേടിയ രാവണന്റെ സംഭാവനയാണ് രാവണ വീണ. ഈ വീണയുടെ പടമായിരുന്നു അദ്ദേഹത്തിന്റെ കൊടിയുടെ അടയാളവും. രാവണൻ വീണ വായിക്കുന്ന ചിത്രങ്ങൾ ധാരാളമായി നമുക്ക് കാണാൻ സാധിക്കും. സദാന്തര വിദ്യയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന രാവണ സംഹിത എന്ന പുസ്തകവും രാവണന്റെ രചനയാണ്.
താന്ത്രവിദ്യയിലും മികവ് തെളിയിച്ച രാവണൻ യുദ്ധത്തിൽ എതിരാളികളുടെ ചിന്തയെ ദൂരീകരിച്ച് തെറ്റിദ്ധരിപ്പിച്ച് വിജയം നേടിയ ചരിത്രവും ഉണ്ടെന്ന് പറയപ്പെടുന്നു. രാവണന്റെ ഈ ഒരു മികവിനെ കുറിച്ച് അറിഞ്ഞതുകൊണ്ടാവാം രാവണന്റെ അന്ത്യകാലത്ത് രാവണനിൽ നിന്ന് തന്നെ ഈ രാജതന്ത്രത്തെക്കുറിച്ചും ഈ വിദ്യയെക്കുറിച്ചുമുള്ള അറിവ് സ്വീകരിക്കാനായി രാമൻ ലക്ഷ്മണനോട് പറയുന്നത്. രാമസേതു നിർമ്മാണത്തിന് ശിവഭഗവാന്റെ അനുഗ്രഹത്തിനായി നടത്തപ്പെട്ട യാഗത്തിൽ ഏറ്റവും വലിയ ശിവഭക്തനും പാതി ബ്രാഹ്മണനുമായ രാവണന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നതാണ് വിശ്വാസം. മുത്തശ്ശനായ സുമാലിയെ തന്നെ പുറത്താക്കി കൈത്തിയുടെ രാജ്യഭാരം ഏറ്റെടുക്കുകയായിരുന്നു രാവണൻ. പിന്നീട് കുബേരനിൽ നിന്നാണ് ലങ്കയും പുഷ്പക വിമാനവും അദ്ദേഹം പിടിച്ചെടുത്തത്. കുബേരന് വേണ്ടി വിശ്വകർമാവ് നിർമ്മിച്ചു കൊടുത്ത ഒരു ദ്വീപായിരുന്നു ലങ്ക. രാവണൻ കുബേരനോട് ലങ്ക ആവശ്യപ്പെട്ട് യുദ്ധത്തിനായി വെല്ലുവിളിക്കുകയും പിന്നീട് രാവണനെ ജയിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ കുബേരൻ ലങ്കയും പുഷ്പക വിമാനവും അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. രാവണന്റെ ലങ്കാഭരണത്തിൽ പ്രജകളെല്ലാം സന്തുഷ്ടരായിരുന്നു. ലോകത്തിലെ ആദ്യമായി പടച്ചട്ട അണിഞ്ഞ സൈന്യം രാവണന്റേതായിരുന്നു. പാറക്കല്ലുകളെ പോലും അലിയിച്ചു കളയുന്ന രാസവിദ്യയും രാവണന് സ്വന്തം. രാമരാവണ യുദ്ധത്തിൽ രാവണന്റെ സൈന്യത്തിൽ പരിക്കേൽക്കുന്ന എല്ലാ സൈനികർക്കും വൈദ്യസഹായം നൽകാനായി ഹിമാലയത്തിൽ നിന്ന് ഒരു പർവ്വതം തന്നെ പൊക്കിക്കൊണ്ടുവന്ന് ലങ്കയിൽ സ്ഥാപിച്ചിട്ടുണ്ട് രാവണൻ. അവർക്ക് വേണ്ട എല്ലാ രീതിയിലുള്ള ചികിത്സാ സഹായങ്ങളും ഏർപ്പെടുത്തുകയും ചെയ്തു. ഇന്നും റുമാസല പർവ്വതമായി അത് ശ്രീലങ്കയിൽ നിലകൊള്ളുന്നു. മികച്ച കലാകാരനായിരുന്ന രാവണൻ തനിക്ക് വേണ്ട ഏത് വാദ്യോപകരണങ്ങളും നിമിഷ നേരം കൊണ്ട് തന്നെ നിർമ്മിച്ചെടുക്കും. തന്റെ പ്രിയ സഹോദരിയായ ശൂർപണഖയെ രാമലക്ഷ്മണന്മാർ അപമാനിച്ചതിന്റെ ഏറ്റവും വലിയ ക്രോധത്തിലാണ് രാവണൻ സീതയെ അപഹരിച്ചത്. ഇനി ജൈന രാമായണത്തിലാവട്ടെ സീത രാവണന്റെയും മണ്ഡോദരിയുടെയും മകളായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ലങ്കയുടെ നാശത്തിന് ഈ കുഞ്ഞ് കാരണമാകുന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് രാവണൻ സീതയെ ഉപേക്ഷിക്കുന്നു. ഇത്തരത്തിൽ പല കഥകളും പ്രചരിക്കുന്നുണ്ട്. എന്നാൽ രാവണ നിഗ്രഹത്തിന് സീത കാരണമായി എന്നതാണ് ഏറ്റവും വലിയ വിശ്വാസം. സ്വന്തം സഹോദരനായ വിഭീഷണന്റെ അട്ടിമറിയിലാണ് രാവണന്റെ മരണം. രാവണന്റെ തകർച്ചയിലൂടെ അവസാനിക്കുന്ന ചരിത്രം കണ്ട ഏറ്റവും മികച്ച മനോഹരമായ ഒരു രാജ്യ ഭരണം കൂടിയാണ്. രാമായണം എന്ന ഇതിഹാസത്തിൽ പ്രതിനായകനാവുമ്പോഴും മറ്റു ഗുണങ്ങൾ കൊണ്ടും ഏറ്റവും മികച്ച രാജാവെന്ന രീതിയിലും ഏവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു മഹത് വ്യക്തി തന്നെയാണ് രാവണൻ. ലോകം കണ്ട ഏറ്റവും മികച്ച ഭരണാധികാരി തന്നെയായിരുന്നു രാവണൻ. സ്വന്തം പ്രജകളെ സ്വന്തം മക്കളായി തന്നെ കണ്ട് അവർക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുത്ത് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് ലങ്കയെ ഒരു സ്വർഗമായി തന്നെയായിരുന്നു രാവണൻ അവർക്ക് വേണ്ടി തീർത്തത്. ഇനി നിങ്ങൾ തീരുമാനിക്കൂ, പ്രതിനായകനായിരുന്നാൽ പോലും രാവണൻ ഒരു ശുദ്ധനോ ദുഷ്ടനോ എന്ന്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും നന്ദി.